മോളെ ആരതി, കുറച്ച് കാര്യങ്ങള് നിന്നെ പറഞ്ഞ് ധരിപ്പിക്കാനുണ്ട്. എന്താ ചെറിയമ്മേ? നാളത്തെ രജിസ്ട്രേഷൻ കഴിഞ്ഞാ ഈ വീട് ഒഴിയാൻ പോവാ. അപ്പൊ പിന്നെ മേഡം അവിടെ താമസിക്കും? രജിസ്ട്രേഷന്റെ കാര്യം കഴിഞ്ഞാ ഞാനും അമൃതയെടുത്തേയും ഒന്ന് ദുബായി വരെ പോവും. അവിടെ ചില കമ്പനികളില് കുറച്ച് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് പിൻവലിക്കണം. അതിന്റെ നടപടികളൊക്കെ ഒന്ന് പൂർത്തിയാക്കണം. എന്നിട്ട് അതും കൂടി മോളുടെ പേരിലാക്കണം. അല്ല മേഡം, കണിമംഗലത്ത് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ മേഡത്തിന്റെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഇങ്ങനെ... ഇത് കണിമംഗലത്ത് പ്രശ്നങ്ങളുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം തീരുമാനിച്ചതല്ല, നേരത്തെ തീരുമാനിച്ചു വെച്ചതാ. ഒരു രജിസ്ട്രേഷൻ മാത്രമേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. വരും തീരുമാനമൊക്കെ എന്നേ ഉറപ്പിച്ചതാ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കണിമംഗലത്തെ പ്രശ്നങ്ങളൊക്കെ തീർക്കുക എന്നുള്ളതാ. അത് കഴിഞ്ഞാ എല്ലാവർക്കും സമാധാനമാവുമല്ലോ. അത് കഴിഞ്ഞ് നിങ്ങൾ രണ്ടുപേരും കൂടി ദുബായിലേക്ക് വരണം. കുറച്ചുനാള് ഇവിടുത്തെ ശത്രുക്കളും പ്രതിസന്ധികളും ഒക്കെ മറന്ന് നമുക്കവിടെ കഴിയാം. ആരെയും പേടിക്കാതെ എന്റെ മോളോടൊപ്പം കുറച്ചു സമയം എനിക്ക് കഴിയാലോ. വരുണിന് എതിർപ്പൊന്നും ഇല്ലല്ലോ? എതിർപ്പൊന്നുമില്ല, സന്തോഷമേ ഉള്ളൂ. കാരണം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത് ഇയാളുടെ സന്തോഷമാണ്. അമ്മയ്ക്ക് അടുത്ത് നിൽക്കുന്നേക്കാൾ വലിയ സന്തോഷം വേറെന്താ ഉള്ളത്? അങ്ങനെ ചെറിയമ്മയുടെ ടെൻഷനൊക്കെ തൽക്കാലം അവസാനിച്ചല്ലോ. ആ വരുൺ, തന്നെ ഞാനൊരു ഡ്യൂട്ടി ഏൽപ്പിക്കുക. ഈ അമ്മയും മകളും ഇനിയുള്ള കാലം മുഴുവൻ സന്തോഷത്തിലായിരിക്കണം. തനിക്കാണ് ആ ചുമതല. പേടിക്കണ്ട. ഈ അമ്മയും മകളെയും കാണാൻ തുടങ്ങിയത് മുതൽ ജീവിതം പുതിയ രീതിയിൽ നോക്കിക്കാണാൻ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇവരെപ്പോഴും ഹാപ്പി ആയിരിക്കും. ഹലോ